നമസ്കാരം. CPM-ന്റെ കൊല്ലം ജില്ലാ സമ്മേളനത്തിലെ ചില വാർത്തകളും അന്ന് നടന്ന വിമർശനങ്ങളും ചൂടേറിയ ചർച്ചകളുമൊക്കെയാണ് ഇന്ന് വാർത്തയാവുന്നത്. നമുക്കറിയാം, രാജ്യത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന അപൂർവ നേട്ടവുമായാണ് 21-കാരിയായ ആര്യ രാജേന്ദ്രൻ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തിരുവനന്തപുരം മേയറായി ചുമതലയേൽക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ മുടവൻ മുകളിൽ നിന്നുള്ള കൗൺസിലറായ ആര്യ രാജേന്ദ്രൻ അന്ന് എനിക്ക് തോന്നുന്നത് 549 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചു. എന്തായാലും ചരിത്രം സൃഷ്ടിച്ചാണ് അന്ന് യുവത്വത്തിന് അവസരം എന്ന പേരിൽ ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയറാക്കിയത്. എന്നാൽ ഇന്ന് CPM വളരെയധികം ഖേദിക്കുകയാണ് ആര്യയെ കോർപ്പറേഷനിലെ മേയറാക്കിയതിന്. അതൊരു ആന മണ്ടത്തരമായി പോയി എന്നാണ് പറയുന്നത്. കോർപ്പറേഷൻ ഡിവിഷനുകളിൽ ഇപ്പോഴും പലയിടത്തും BJP മുന്നേറ്റമാണ്. ആര്യയുടെ പക്വതയില്ലാത്ത പെരുമാറ്റം ഇപ്പോൾ മാത്രമല്ല ഭാവിയിലും പാർട്ടിക്ക് ദോഷമാകും എന്നിങ്ങനെയാണ് കൊല്ലം ജില്ലാ സമ്മേളനത്തിലുണ്ടായ കടന്നാക്രമണം. എന്തായാലും ആര്യയ്ക്ക് ഇക്കാര്യത്തിൽ സന്തോഷിക്കാൻ ഒരു കാര്യമുണ്ട്. ഈ വിഷയത്തിൽ ആര്യ ഒറ്റപ്പെട്ടില്ല. DYFI നേതാവ് A റഹീമിനും കണക്കിന് കിട്ടിയിട്ടുണ്ട്. പാർലമെന്റിൽ ഇടതുപക്ഷത്തിന് മുഖമില്ലാതെയായി DYFI നേതാവ് A റഹീമിനെ രാജ്യസഭയിലേക്ക് അയച്ചത് എന്തിനു വേണ്ടിയാണ് എന്നാണ് കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്ന ചോദ്യം. ആൾ മോശമാണെന്ന് പറയുന്നില്ലെങ്കിലും പ്രകടനം പരിതാപകരമാണെന്നും കൊല്ലം ജില്ലാ കമ്മിറ്റി വിമർശിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഉൾപാർട്ടി ജനാധിപത്യം ഉള്ളതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് സഖാക്കൾ ഇപ്പോൾ ക്യാപ്സ്യൂളുമായി എത്തുമെന്ന് എനിക്കറിയാം. പക്ഷേ ആര്യ രാജേന്ദ്രൻ മേയറാകുന്നത് യുവത്വം നേതൃത്വങ്ങളിലേക്ക് എത്തണം എന്ന ഐഡിയയുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ആര്യയ്ക്ക് തിരുവനന്തപുരത്ത് കാര്യക്ഷമമായ മാറ്റങ്ങൾ കൊണ്ടുവരാനായില്ല എന്നത് മാത്രമല്ല, സ്വജനപക്ഷപാതവും മേയർ പോര എന്ന പേര് കൂടി എടുത്തു വെക്കേണ്ടി വന്നു. KSRTC ഡ്രൈവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLA-ക്കുമെതിരെ CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ഈ മേയറുടെ പെരുമാറ്റം അഹങ്കാരം നിറഞ്ഞതായിരുന്നുവെന്നും പൊതുജനങ്ങൾക്കിടയിൽ ഇത് അവമതിപ്പുണ്ടാക്കിയെന്നും അന്നേ തന്നെ ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുണ്ടായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മെമ്മറി കാർഡ് കിട്ടാതിരുന്നത് നന്നായി എന്ന് വരെ ജില്ലാ കമ്മിറ്റിയിൽ അഭിപ്രായം വന്നു. ഈ രാജേന്ദ്രൻ സഞ്ചരിച്ച വണ്ടി KSRTCയെ തടഞ്ഞു നിർത്തി അതിന് കുറുകെ ഇട്ടുകൊണ്ടാണ് എന്നുള്ള പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. യദു എന്ന് പറഞ്ഞ ഡ്രൈവർക്കെതിരെ മേയറും MLA-യും കൂടി വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി. എന്തായാലും ഈ വിഷയത്തിലെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നില്ല. മെമ്മറി കാർഡ് കിട്ടാതിരുന്നത് നന്നായി. മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ സച്ചിൻ ദേവിന്റെ പെരുമാറ്റം പൊതുജനം കാണുമായിരുന്നുവെന്നും രണ്ടുപേരും പക്വത കാണിച്ചില്ലെന്നും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡ്രൈവറായ യദു കൊടുത്ത പരാതിയിൽ ആര്യയ്ക്കും ആര്യയുടെ ഭർത്താവിനും ഇരുവർക്കും പോലീസ് ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തിരുന്നു. എന്നാലും ഇരുവരും നടുറോഡിൽ കാണിച്ചത് ഗുണ്ടായിസമാണെന്നാണ് മുതിർന്ന നേതാക്കൾ യോഗത്തിൽ അഭിപ്രായപ്പെട്ടത്. ഇതിനൊക്കെ പുറമെയാണ് മറ്റൊരു വലിയ പ്രതിസന്ധിയും പ്രശ്നവും തിരുവനന്തപുരത്തുണ്ടായത്. ആമയിഴഞ്ചാൻ തൊട്ടിൽ കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയുടെ വിഷയത്തിൽ. അന്ന് ജോയി മരണപ്പെടുകയാണ്. നഗരത്തിന്റെ ഹൃദയഭാഗത്തെ മലിനീകരണവും അന്ന് ചർച്ചയായി. അന്ന് ആര്യ രക്ഷപ്പെട്ടത് ഇത് റെയിൽവേയുടെ ഭരണ ചുമതലയുള്ള ഭാഗമാണ്, അതുകൊണ്ട് അത് നഗരസഭയുടെ അധികാരികളുമായി ബന്ധപ്പെട്ടതല്ല എന്ന രീതിയിലാണ് പറഞ്ഞത്. എന്നാൽ റെയിൽവേ തിരിച്ചു പറഞ്ഞത് ഞങ്ങളോട് ഇതുവരെ ആരും മലിനീകരണം മാറ്റാനായിട്ട് ആവശ്യപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് കുറ്റം വെച്ചു കൊടുക്കുകയുണ്ടായി. എന്തായാലും തിരുവനന്തപുരം നഗരത്തിൻ്റെ തമ്പാനൂര് ഹൃദയഭാഗമാണ്, പ്രധാനപ്പെട്ട ടൗണാണ്. റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും ഇരിക്കുന്ന പ്രദേശമാണ്. അവിടത്തെയുള്ള മാലിന്യം പോലും നീക്കാൻ നഗരസഭയ്ക്ക് ആകാത്ത സാഹചര്യവും വലിയ രീതിയിൽ ചർച്ചയായി. എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെയുള്ള വളരെ വിരളമായ സംഭവങ്ങളിലൊന്നാണ് മാലിന്യത്തിൽപ്പെട്ടുകൊണ്ടൊരു ശുചീകരണ തൊഴിലാളി ഈ വിധത്തിൽ മരണപ്പെടുന്നത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം അവലോകനം ചെയ്യാൻ ചേർന്ന CPM ജില്ലാ കമ്മിറ്റി യോഗത്തിലും മേയർ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. നഗരസഭാ ഭരണം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് മേയർ കാര്യങ്ങൾ എത്തിച്ചു എന്നാണ് അന്ന് കമ്മിറ്റി പറഞ്ഞത്. ജൂലൈയിൽ ചേർന്ന ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടേറിയറ്റിലും മേയർക്കെതിരെ വിമർശനം ഉയർന്നു. നഗരസഭയിലെ സംഭവ വികാസങ്ങൾ LDF കൗൺസിലർമാരെ പോലും മേയർ അറിയിക്കുന്നില്ല എന്ന ആക്ഷേപവും ശക്തമായി വന്നു. പല കാര്യങ്ങളും LDF യോഗത്തിൽ ചർച്ച ചെയ്യുന്നില്ലെന്നും LDF അംഗങ്ങൾ തന്നെ തുറന്നു പറഞ്ഞു കഴിയുകയും ചെയ്തു. ഇതിന്റെ അതൃപ്തി പല അംഗങ്ങളും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നഗരസഭയിലെ കെട്ടിട നമ്പർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സംഭവം മറ്റാരെയും അറിയിക്കാതെ മേയർ സ്വന്തം നിലയ്ക്ക് പരിഹരിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണവും അന്ന് തന്നെ ഉയർന്നിരുന്നു. ഇതിനൊക്കെ പുറമെ അനുമതി ലഭിക്കാനായി തിരുവനന്തപുരം ഗവൺമെന്റ് SMV സ്കൂളിന്റെ ഗേറ്റ് ദ്രുതഗതിയിൽ മാറ്റി സ്ഥാപിച്ചതും ഇതിനെതിരെ മേയർ മിണ്ടാതിരുന്നതും CPM-ന്റെ പാളയം ഏരിയ സമ്മേളനം നടത്താൻ വഞ്ചിയൂര് റോഡ് കെട്ടിയടച്ചു മേയർ മാതൃക കാട്ടുകയായിരുന്നു. എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ വിഷയങ്ങളിലൊന്നും ആര്യ ഒറ്റപ്പെട്ടില്ല. കാരണം DYFI നേതാവ് A റഹീമും കൂട്ടുണ്ടല്ലോ എന്നോർത്ത് ആര്യയ്ക്ക് സമാധാനിക്കാം. എപ്പോഴും പറ്റിപ്പോകുന്നൊരു കാര്യമുണ്ട്. ജനപ്രതിനിധികളായി വോട്ട് ചോദിക്കുമ്പോൾ വരെ ജനങ്ങൾക്കൊപ്പം നിൽക്കുകയും
എന്നാൽ ജനപ്രതിനിധിയായി അധികാരത്തിലെത്തി അധികാരദണ്ഡ് കയ്യിലെത്തുകയും ചെയ്യുന്ന സമയത്ത് ജനങ്ങളെ മറക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അങ്ങനെയുള്ള രീതിയാണ് ആളുകൾ ഫോളോ ചെയ്യുന്നത്. മേയർ ആര്യ രാജേന്ദ്രൻ ഈ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരുപാട് അവാർഡുകളൊക്കെ പലയിടങ്ങളിൽ നിന്നും ആര്യ രാജേന്ദ്രന് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നഗരസഭയ്ക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഇതൊന്നും തന്നെ നിലവിൽ CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ അംഗീകരിക്കുന്നതല്ല. കാര്യപ്രസക്തമായ എന്തെങ്കിലും തരത്തിൽ ഇത്രയും വലിയൊരു നഗരസഭ കയ്യിൽ കിട്ടിയിട്ട് പോലും, അത് കേരളത്തിൻ്റെ ക്യാപിറ്റൽ ആയിരിക്കുന്ന ഒരു നഗരം കയ്യിൽ കിട്ടിയിട്ട് പോലും ആര്യ രാജേന്ദ്രന് കാര്യക്ഷമമായി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നത് വലിയ രീതിയിൽ സഖാക്കൾ എടുത്തു പറയുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. വളരെ കുറേ നാളുകളായി CPM-നുള്ളിൽ നിന്ന് തന്നെ ആര്യക്കെതിരെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും തുടരുന്നുണ്ട്. എന്തായാലും ആര്യ ഇതൊക്കെ പരിഗണിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ ഇനിയും നന്നാകാനുള്ള സമയമുണ്ട്. എന്തായാലും സ്വജനപക്ഷപാതവും തങ്ങളുടെ ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള ദോഷവും ഉണ്ടാക്കാതെ, അത് നിയമത്തിനെ കടപുഴകിക്കൊണ്ടാണെങ്കിലും ആര്യ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഉൾപാർട്ടി ജനാധിപത്യം എന്ന ക്യാപ്സ്യൂളുകൾ തൽക്കാലം സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.